ഇത് നല്ലൊരു ഹെയർ ഗ്രോത്തിനും ഹെയർ ഡൈക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കാണാമോ, നല്ല കറുപ്പ് കളറ് ഇല്ലെന്നൊക്കെ കണ്ടോ. എല്ലാവരും പറയും കാണുമ്പോൾ കറുപ്പൊക്കെ ഉണ്ട്, തല തേക്കുമ്പോൾ കറുപ്പില്ല. ആരും തേച്ചിട്ടല്ലായിരിക്കും പറയണേ, എല്ലാവരും തേച്ച് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഇന്ന് നല്ല ഇതുപോലെ തന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യം തേക്കുകയാണെങ്കിൽ മുടി നല്ല തഴച്ച് വളരും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള സാധനങ്ങളാണ് ചേർത്തേക്കണത്. കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ട്. കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ നോക്കും, ഐറ്റംസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മുടി നല്ലപോലെ തഴച്ച് വളരും, നല്ല പോലെ കറുത്തും വരും. പിള്ളേരൊക്കെ തേക്കാവുന്നതാണ്. പിള്ളേർക്ക് മുടി വളരില്ല എന്ന് പറയുന്ന പിള്ളേരില്ല. അങ്ങനത്തെ പിള്ളേർ കൂടുതൽ ഇങ്ങനെ ചെയ്ത് നോക്കിയേ. കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ടോ കയ്യിലൊരു ഷിമ്മിക്കൂട് ഇട്ടിട്ടോ തേച്ചാൽ മതി. അന്നേരം അല്ലെങ്കിൽ പിന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ സ്പൂണില്ലേ, ഈ സ്പൂണും കൊണ്ട് ഇതിങ്ങനെ തേച്ചാലും മതി. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി മുടിയിൽ. പിള്ളേർക്കാകുമ്പോൾ ആ ബുദ്ധിമുട്ടല്ലേ. അന്നേരം കൈ കൊണ്ട് തനത്താനെ അല്ലെങ്കിൽ ആരുടെങ്കിലും തേച്ച് തരാൻ പറയണ്ടേ. ഒരു ഷിമ്മിക്കൂട് കയ്യിലിടുക, എടുത്തിട്ട് തലയിൽ തേക്കുക. തേച്ച് നോക്കിയിട്ട് വേണം കമൻറ്റ് ഇടാൻ കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു ഹെയർ ഡൈ ആണ്. നല്ല ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ നല്ല ഹെയർ ഡൈ ആണ്, നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ആദ്യം ഒരു പാത്രം അടുപ്പത്തേക്ക്, പാത്രം ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. പാത്രം ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉലുവ, അതിലേക്ക് ഒരു 4 ബദാം പരിപ്പും കൂടെ ചേർക്കും. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കൂടേക്ക് വേറെ ചേർക്കാനുള്ള എല്ലാം കൂടെ ഇപ്പം ഇതിനകത്തേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് വെച്ച് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. മൂക്കുമ്പോഴത്തേനും ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ കരിഞ്ചീരകം കൂടെ ചേർക്കണം. കരിഞ്ചീരകം വേഗം തന്നെ ഈ ചൂടുള്ള പാത്രത്തിൽ വേഗം തന്നെ മൂത്തോളും. അതുകൊണ്ടാണ് കരിഞ്ചീരകം അവസാനം ഇട്ടത് കേട്ടോ. കറിവേപ്പിലയൊക്കെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനത് മൂത്ത്. ഉലുവയും കരിഞ്ചീരകവും കരിവേപ്പിലയും ഒക്കെ മുടിക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും. നമ്മൾ കറുപ്പിക്കണ കൂടാണ്ട് മുടി കറുക്കുകയും ചെയ്യും, നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും. അതാണല്ലോ വേണ്ടത്. മുടി നന്നായി വരുന്നില്ല, വളരുന്നില്ല, ഗ്രോത്ത് ഇല്ല എന്നൊക്കെ പറയണവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതലും ഒരു പ്രായം കഴിഞ്ഞാൽ വളരില്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണേ. മുടിയും നഖവും നമ്മൾ മരിക്കണ വരെ വളരും എന്നാണ് പറയണത്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. പൊടിച്ചെടുത്താൽ മതി, അരക്കണ്ട, പൊടിച്ച്. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് വാങ്ങാറാകുമ്പോൾ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇത് വാങ്ങി വെച്ചേക്കാം. ആ ചൂടാറുമ്പോഴത്തേനും നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം വെച്ചേക്കുക. നമുക്കത് അലിയിക്കാനുള്ള വെള്ളം ഉണ്ടാക്കണം, ഡൈല്യൂട്ട് ചെയ്യാനുള്ള വെള്ളം. അതിനകത്തേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുക. അന്നേരം നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ചൂടാറിക്കോളും. ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് വയ്ക്കാം കേട്ടോ.
വറുത്ത് വെച്ചേക്കണതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടങ്ങ് പൊടിച്ചെടുക്കാം. നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തല തേക്കാനായിട്ട് എടുക്കുകയും ചെയ്യാം. കൂടുതൽ വറുത്ത് വെച്ചേക്കുക. 1 സ്പൂൺ എന്നുള്ളതെല്ലാം 2 സ്പൂൺ ആക്കുക കേട്ടോ. ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. എല്ലാം നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. കരിയാപ്പില അതിനകത്ത് കിടക്കണ പോലെയുണ്ട്. ഒന്നും കൂടെ കറക്കിയെടുക്കാം. നല്ല മണം വരുന്നുണ്ട് കരിഞ്ചീരകം ഇട്ടതുകൊണ്ട്. ഒരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ പാത്രത്തിൽ പൊടിച്ച് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മുടി കറുപ്പിക്കുമ്പോൾ മുടി കറുത്താൽ മാത്രം പോരാ, മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവണം. അതിനുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 സ്പൂൺ നീലയമരിപ്പൊടിയും കൂടെ ചേർക്കണം. നീലയമരിപ്പൊടി ചിലത് നല്ല പച്ച കളറായിരിക്കും, ചിലപ്പം ഇങ്ങനത്തെ കളറായിരിക്കും കേട്ടോ. പക്ഷേ നല്ല പച്ച കളറാവില്ല എന്നാണ്. ഈ ഡ്രയർ വെച്ച് ഉണക്കിയിട്ട് പൊടിക്കണമെങ്കിൽ ചിലപ്പോൾ പച്ച കളറാവുമായിരിക്കും. നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറായിരിക്കും വരുന്നത്. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇലയുടെ ഒരു കളറ് മാറൂലേ. നീലയമരിപ്പൊടിയൊക്കെ മുടി നല്ല തഴച്ച് വളരാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. മൈലാഞ്ചി ഇട്ട് എണ്ണ കാച്ചും. നമുക്ക് ഇനി ഇതെല്ലാം ഇട്ട് എണ്ണ ഒരു ദിവസം കാച്ചി നോക്കാം. നീലയമരിയുടെ ഇല കിട്ടുമെന്ന് നോക്കാം. എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നീലയമരിയുടെ പൊടി അവസാനം ചേർത്താൽ മതി. ഇത് മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന ചായ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കും. ചെറിയ ചൂടോടെ ഒഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വേഗം മിക്സ് ആയിക്കോളും. ആ പൊടി നീലയമരിയുടെയൊക്കെ പൊടിയില്ലേ, അതൊക്കെ വേഗം മിക്സ് ആവാൻ എളുപ്പമാണ് ചെറിയ ചൂടോടെ. നല്ലപോലെ ആറണ്ട. ഈ ചായ വെള്ളം മിച്ചമുള്ളത് കളയേ വേണ്ട. നമ്മുടെ തലമുടി ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകണതിന് മുമ്പ് ഈ ചായ വെള്ളം ഒഴിച്ച് തലമുടി ഒന്ന് ആദ്യം കഴുകുക. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. അന്നേരം മുടിക്ക് നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യത്യാസങ്ങൾ വരും. മുടി കറക്കുക മാത്രമല്ല കേട്ടോ, ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം. എന്നാലും പൊടിയല്ലേ, എല്ലാം പൊടിയല്ലേ, ആ പൊടികളെല്ലാം അലിയിക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം. അത് ഇപ്പം തന്നെ നല്ല കളറല്ലേ. വേറെ ഒരു സാധനവും ചേർത്തിട്ടില്ല. ഉലുവയും ബദാമൊക്കെ നമ്മുടെ മുടിക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അന്നേരം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇത്. ഇത്രയും ലൂസ് വേണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നല്ല തല തേക്കാവുള്ളൂ. അന്നേരം ആ പൊടിയെല്ലാം എല്ലാം മിക്സായി കഴിഞ്ഞിട്ട് തല തേക്കാവുള്ളൂ. അന്നേരത്തേനും ഇച്ചിരും കൂടെ കുറുകി വരും. ഇതാണ് തേക്കാൻ എളുപ്പം. ഇങ്ങനെ തേച്ചാലും ഇച്ചിരി കൂടുതൽ സമയം ഉണങ്ങാനിരിക്കണം എന്നേ ഉള്ളൂ. ഇച്ചിരി കൂടെ ഡ്രൈ ആയിട്ട് വരും ആ പൊടിയെല്ലാം വെള്ളത്തിൽ അരിഞ്ഞ് ചെയ്യുമ്പോൾ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ്. തലമുടി കറുത്തില്ലേ മാത്രമേ പറയാവുള്ളൂ. ഇതുപോലെ തന്നെ ഉപയോഗിച്ച് നോക്കണം. ഞാൻ പല വീഡിയോകളും ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഏതാണോ അവനവന് അനുയോജ്യമായിട്ടുള്ളത് അത് വേണം തലയിൽ തേക്കാൻ. ഇതിപ്പോൾ ഒത്തിരി മുടിയുള്ളവർക്ക് തേക്കാൻ പാകത്തിന് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എൻ്റെ മുടിക്ക് ഇതിൻ്റെ പകുതിയൊക്കെ മതി. ഈ കുറച്ച് 2 സൈഡിൽ മാത്രമേ കറുത്തിട്ടുള്ളൂ. അങ്ങനെ തേക്കുമ്പോൾ മുഴുവൻ തേക്കുവാണെങ്കിൽ എല്ലായിടം ഒരേപോലെ ഇരിക്കും. മുടിക്കും നല്ല തലയ്ക്കും നല്ല തണുപ്പും കിട്ടും. ഒരുപാട് തലയിൽ തേക്കണത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട.
വെള്ളം വലിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ തല കഴുകി കളഞ്ഞണം. ആ ചായവെള്ളം വെച്ച് ഈ കരിഞ്ചീരകമൊക്കെ ഇട്ടേക്കണതുകൊണ്ട് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടേണ്ട സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.